അവൾ എന്തെങ്കിലും പറയാൻ വന്നാലേ ഉടനെ നീ ഇങ്ങ് നിന്ന് വാചകം അടിച്ചോണം അല്ലേ? പിന്നെ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയുന്നതാ എന്റെ പ്രകൃതം. മേലിൽ അഞ്ജനയോട് മിണ്ടാനോ കൊഞ്ചിക്കൊഴയാനോ ചെന്നേക്കല്ലേ, കേട്ടല്ലോ? ഓ ഇത് കൊള്ളാലോ, ഉടയനെ പിടിച്ചു കെട്ടുന്ന കാലമാണോ ഇത്? മോനെ കിരണേ, ഇതെന്റെ വീടാണ്, നീയാണ് വിരുന്നുകാരൻ. നീ എന്നോട് പോവാൻ പറയുന്നോടാ. ബ്രദർ, മര്യാദയുടെ ഭാഷയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു. അഞ്ജന എന്റെ പെണ്ണാണ്, എന്റെ ഭാര്യയാകേണ്ടവളാണ്, എനിക്ക് മാത്രം അവകാശപ്പെട്ടവളാണ്. അവളുടെ പിന്നാലെ ഒരുത്തിന് നടക്കുന്നത് എനിക്കിഷ്ടമല്ല. അത് കണ്ടാൽ അവനെ ഞാൻ ഒഴിവാക്കിയെടുക്കും. അരവിന്ദ്, അയ്യോ മേഡം, നിന്റെ ചൊറിച്ചിലിനെ മറുപടി പറഞ്ഞു നിൽക്കാൻ എനിക്ക് സമയമില്ല. എന്റെ മേഡം വിളിക്കുന്നുണ്ട്, അങ്ങോട്ട് മാറാം. അന്ന് വിവാഹ ദിവസമാണേ. മണ്ഡപത്തിൽ ഞാൻ വധുവായിട്ട് ഒരുങ്ങി നിൽക്കുക. ആൾക്കാർ മുഴുവനും ഉണ്ട്. വരൻ മുങ്ങി, ആകെ പ്രശ്നായി. അവസാനം ബാലമ്മാമ ഒരു തീരുമാനം എടുത്തു. വിവാഹം മുടങ്ങാൻ പാടില്ല, അരവിന്ദന് പകരം ആകാശവിള കെട്ടട്ടെ എന്ന്. അതിലൊരു സങ്കടപ്പെടുത്തുന്ന കാര്യം കൂടിയുണ്ട്. ബാലമാമ പറയുന്ന വാക്കിനപ്പുറം പോകുന്ന ആളല്ല ആകാശേട്ടൻ. അച്ഛൻ്റെ വാക്കുകളെ അനുസരിച്ചു, എന്നെ വിവാഹം കഴിച്ചു. പക്ഷെ അതിനുവേണ്ടി അതുവരെയും പ്രണയിച്ചിരുന്ന പെണ്ണിനെ ആകാശേട്ടന് വേണ്ടെന്ന് വെക്കേണ്ടി വന്നു. ഓ മൈ ഗോഡ്, ആകാശേട്ടന് ലവർ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. പാവ പെണ്ണ് അല്ല ചാരു ചേച്ചി.